ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്, ഡിസൈനിങ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ 2 kg കൊണ്ട് നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊരു വനില കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഞാനിത് വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഈ 2 kg കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന അളവുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു പേടിയും പേടിക്കണ്ട, നല്ല കറക്റ്റായിട്ട് നമുക്ക് ആ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 2 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുക്കുന്നത്. 250 ml കപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കപ്പിന് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ 2 kgയുടെ കേക്ക് ആയതുകൊണ്ട് തന്നെ 2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട്. ഇനി ഇതെല്ലാം കൂടെ ഒരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു 3 പ്രാവശ്യം നന്നായി തന്നെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് എടുക്കുന്നത് ഒരു 6 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ കോഴിമുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണെങ്കിൽ കുറച്ച് മുന്നേ എടുത്ത് പുറത്ത് വെക്കുക. അപ്പോൾ അതൊരു റൂം ടെമ്പറേച്ചറിലാവുന്ന സമയത്ത് മാത്രം നമ്മൾ കേക്കിന് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ കേക്ക് പൊങ്ങി വരാനൊക്കെ പ്രയാസമായിരിക്കും. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്ത് സാധനം എടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു മുട്ട നന്നായിട്ട് ഫ്ലഫി ആയി വരുന്നത് വരെ നമുക്ക് നന്നായി ബീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മൈദ എടുത്ത അതേ കപ്പിനാണ് 2 കപ്പ് എടുത്തിട്ടുള്ളത്. പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് എടുക്കുക. പൊടിച്ചിട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 കപ്പ് പഞ്ചസാര എടുക്കുക. അത് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്, പല പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ തരി പഞ്ചസാരയൊക്കെ ആണെങ്കിൽ ശരിക്കും ഡയറക്റ്റ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. വലിയ തരിയാണെങ്കിൽ ഇതുപോലെ പൊടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലേ നമുക്ക് ഇതിൽ മിക്സായി കിട്ടാൻ പ്രയാസമായിരിക്കും. നമുക്ക് ഈ പഞ്ചസാര ചേർത്തിട്ട് ഇത് നല്ല ഫ്ലഫി ആവുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എനിക്കിപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ എടുത്തിട്ടാണ് നന്നായിട്ട് ഫ്ലഫിയായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറേ പേര് എത്ര ടൈം എടുത്തിട്ടാണ് ബീറ്റ് ചെയ്തതെന്നൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട് കേട്ടോ കമൻറ്റ് ബോക്സിൽ. അതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് തിളപ്പിച്ച പാലാണ്. തിളപ്പിച്ചതിന് ശേഷം ആറിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. തിളപ്പിക്കാത്ത പാലും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ചേർത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓവർ ബീറ്റ് ആവരുത്. ഇതൊന്ന് മിക്സ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിരുന്നു കേട്ടോ. ചെറുതല്ല, പാത്രം അത്യാവശ്യം വലിപ്പമുണ്ട്. പക്ഷേ നമ്മൾ എടുക്കുന്ന കണ്ടൻറ്റ് കുറച്ച് കൂടുതലാണല്ലോ. 2 kgക്ക് വേണ്ടിയിട്ടുള്ള അളവാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാത്രത്തിൽ ഇത് കൊള്ളുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പാത്രം പിന്നെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ പാത്രം ആദ്യം തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചാൽ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ പാത്രത്തിൽ ബീറ്റ് ചെയ്യുക കേട്ടോ. 2 kg കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം കരുതിയത് അതിൽ കൊള്ളുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അതിൽ നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ മിക്സ് ചെയ്ത് വരുമ്പോൾ എന്തായാലും കുറച്ച് വലിയ പാത്രം തന്നെ വേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കേക്കൊന്നും പൊങ്ങി വരില്ല.
അപ്പോൾ ഇതൊക്കെ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേക്കിംഗ് ടിൻ ആദ്യം തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ബേക്കിംഗ് ടിന്ന് ഇപ്പോൾ ഒരു 10 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് കറക്റ്റായിരുന്നു ഈ ഒരു 2 kg ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് ഓവനിലല്ല കേട്ടോ വെക്കണത്. നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് അടുപ്പത്ത് സ്റ്റൗവിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കണം. ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് ബേക്ക് ചെയ്യാനുള്ള ഈ ഒരു പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പാണ് കേട്ടോ. ഉപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണത്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എനിക്കൊരു 55 മിനിറ്റ് വരെ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ബേക്ക് ആവാൻ ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ 1 kg ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 40 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ ബേക്കായി കിട്ടലുണ്ട്. ഇത് ഞാൻ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേക്കായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 55 മിനിറ്റ് എടുത്തിട്ടാണ് ഇത് കറക്റ്റായിട്ട് ഫുള്ള് ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു സോഫ്റ്റ് സ്പോഞ്ച് കേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല ഹൈറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഒരു 3 or 4 ലെയറൊക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു അളവിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 2 kg നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക്